TDF-ന്റെ നേതാവ് കെ ഷാജി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം എറണാകുളം TDF-ന്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ്. ശ്രീ കെ ഷാജി, ഈ നിർബന്ധിത VRS-ലേക്ക് KSRTC നീങ്ങുമ്പോൾ എങ്ങനെയാണ് TDF ഈ KSRTC മാനേജ്മെന്റ് ഈ നീക്കത്തെ നോക്കിക്കാണുന്നത്? നിർബന്ധിത VRS എന്ന് പറയുമ്പോൾ സാറേ, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടപ്പിലാക്കിയ ഒട്ടേറെ പരിഷ്കരണ നടപടികളുണ്ട്. ഫർലോ ലീവ്, ജീവനക്കാർ അധികമാണെന്ന് പറഞ്ഞുകൊണ്ട് KSRTCയിലെ ജീവനക്കാർക്ക് പകുതി ശമ്പളത്തോടു കൂടി നിർബന്ധിത അവധി കൊടുക്കുന്ന ഒരു സ്കീം കൊണ്ടുവന്നു. ആ സ്കീം ജീവനക്കാർ അധികമാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ സ്കീം കൊണ്ടുവരികയും അതിൽ നിന്ന് ഈ ഗവൺമെന്റ് പിന്നോക്കം പോയിക്കൊണ്ട് അവരോട് മെയ് 15-നുള്ളിൽ ഡ്യൂട്ടിക്ക് കയറണമെന്നും അല്ലാത്തവരെ നിർബന്ധിത അവധിയായി പ്രഖ്യാപിക്കുമെന്നും ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ജീവനക്കാർ അധികമാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ കോടതി ഉത്തരവിനെ തുടർന്ന് പിരിച്ചുവിട്ട ജീവനക്കാരെ തിരിച്ചെടുത്തുകൊണ്ട് ബദലി ജീവനക്കാരെന്ന് പറഞ്ഞ് നിയമിച്ചിരിക്കുന്നു. അങ്ങനെ ബദലി ജീവനക്കാരെന്ന് പറഞ്ഞ് ജീവനക്കാരെ നിയമിക്കുകയും ജീവനക്കാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്? ഒട്ടേറെ പുതിയ ബസ്സുകളില്ല. 1852ഓളം ബസ്സുകൾ ഇപ്പോൾ ഈ മാസത്തോ അല്ലെങ്കിൽ അടുത്ത മാസം പൊളിക്കുമെന്ന് KSRTC പറയുന്നു. ഈ നടത്തുന്ന പരിഷ്കരണ നടപടികൾക്കൊന്നും KSRTCയിലെ യൂണിയനുകളുടെ പിന്തുണയില്ല. ഈ നടപ്പിലാക്കുന്ന ഈ ജനവിരുദ്ധമായ തൊഴിലാളി ദ്രോഹ നടപടികൾക്കെതിരെ അതിശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ മാർച്ച് 1-ാം തീയതി തിരുവനന്തപുരത്ത് പൊതുമേഖലാ സംരക്ഷണ സദസ് എന്ന രീതിയിൽ KSRTCയിലെ പ്രതിപക്ഷ യൂണിയനുകൾ സംഘടിപ്പിച്ചിരിക്കുന്ന പരിപാടി കേരളത്തിന്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അന്ന് ഞങ്ങൾ ഈ പുതിയ ഒരു സമര പന്താവ് വെട്ടിത്തുറന്നുകൊണ്ട് നടപ്പിലാക്കുന്ന ഈ തൊഴിലാളി ദ്രോഹ നടപടികൾ നിങ്ങൾ ഒന്നൊന്നായി പരിശോധിക്കൂ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കൊണ്ടുവന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയല്ലേ ഫർലോ ലീവ്. 50% ശമ്പളം കൊടുത്തുകൊണ്ട് ആരോഗ്യമുള്ള അല്ലെങ്കിൽ ജോലിക്ക് വരുന്ന ജീവനക്കാരെ നിർബന്ധിത അവധി കൊടുക്കുന്നു. അവധിക്ക് അവശേഷിച്ചു 3000 പേര് പോകുമെന്ന് പറഞ്ഞിട്ട് 150 പേരോളമാണ് പോയത്. അവരെ തിരിച്ചു വിളിക്കുകയാണ്. പുതിയ ബസ്സുകൾ ഇറക്കുന്നില്ല. 1800ഓളം ബസ്സുകൾ ഇപ്പോൾ കണ്ടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊളിക്കുമ്പോൾ ഇതാണ്. അതോടൊപ്പം തന്നെ പുതിയ ബസ്സുകൾ വരുന്നു. പുതിയ 300ഓളം ബസ്സുകൾ വാങ്ങുമ്പോൾ ആ ബസ്സുകൾ സ്വിഫ്റ്റ് കമ്പനിക്കാണ് കൊടുക്കുന്നത്. KSRTCയുടെ വരുമാനം എന്ന് പറയുന്നത് KSRTCയുടെ സൂപ്പർ ക്ലാസ് സർവീസുകളാണ്. ആ സൂപ്പർ ക്ലാസ് സർവീസുകളുടെ നടത്തിപ്പ് സ്വിഫ്റ്റിനെ ഏൽപ്പിക്കുമ്പോൾ KSRTCയുടെ അവസ്ഥ എന്താകും? അപ്പോൾ KSRTCയെ ദയാവധത്തിന് വിധിച്ചുകൊണ്ട് KSRTCയെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കമാണ് ഈ ഗവൺമെന്റ്, ഈ മാനേജ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ കേരളത്തിലുള്ള ഈ KSRTC തൊഴിലാളികളെ മാത്രമല്ല, ഈ കേരളത്തിലുള്ള യുവജനങ്ങളെയും അഭ്യസവിധരായ ചെറുപ്പക്കാരെയും ഈ രാജ്യത്തുള്ള മുഴുവൻ തൊഴിലാളികളെയും അണിനിരത്തിക്കൊണ്ടുള്ള സമരത്തിനാണ് TDF നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. ഞങ്ങൾ എല്ലാ യൂണിയനുകളുമായി സഹകരിച്ചുകൊണ്ടാണ്, BMS-ഉമായിട്ടും CITU സഹകരിക്കുമെങ്കിൽ CITU-മായിട്ടും സഹകരിച്ചുകൊണ്ട്, AITC-യുമായി സഹകരിച്ചുകൊണ്ട് ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള അതിശക്തമായ തൊഴിലാളി പ്രക്ഷോഭങ്ങൾക്ക് TDF നേതൃത്വം കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്. ഈ KSRTCയെ പറ്റി നിരവധി ഇപ്പോ KSRTCയിലെ വൺ ടൈം പാക്കേജിന്റെ ഭാഗമായിട്ട് കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് KSRTCയുടെ മുഴുവൻ കടങ്ങളും KTDFCയുടെ മൊത്തം എഴുതി തള്ളി എന്ന് പറയുന്നു. ആ KTDFCയുടെ കടങ്ങൾ എഴുതി തള്ളിയതിനു ശേഷം കഴിഞ്ഞ ഇന്നലകളിലും അതിന് മുമ്പത്തെ ദിവസങ്ങളിൽ വാർത്താമാധ്യമങ്ങൾ വരുന്നതാണ് KTDFCയുടെ കടം എഴുതി തള്ളാൻ വേണ്ടി KSRTCയുടെ അങ്കമാലിയിലെയും കോഴിക്കോടെയും തിരുവനന്തപുരത്തെയും വസ്തുക്കൾ KTDFCയുടെ പേരിൽ എഴുതി കൊടുക്കുന്നു. ഇതിന്റെയൊക്കെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത്. ഈ അഴിമതിയെ പറ്റി കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. ഇതിനെ പറ്റിയൊക്കെ സത്യസന്ധമായി അന്വേഷണം നടത്തിക്കൊണ്ട് KSRTCയുടെ ഇന്ന് വരെയുള്ള വരവും ചെലവും ഇന്റേണൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കിക്കൊണ്ട് ഈ KSRTCയിൽ നടപ്പിലാക്കുന്ന തൊഴിലാളി ദ്രോഹ നടപടികളുടെ ഉത്തരവാദിത്വം ഈ ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഇന്നലെ വരെ നടപ്പിലാക്കിയ തൊഴിലാളി വിരുദ്ധ നടപടികളിൽ എന്ത് ഫലമാണ് ഉണ്ടായതെന്ന് പറയുവാൻ തയ്യാറാവണ്ടേ? KSRTCയിൽ ഇന്നലെ വരെ ഈ 7 വർഷക്കാലമായി നടപ്പിലാക്കുന്ന പരിഷ്കരണ നടപടികളുടെ ഭാഗമായിട്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്? ഓരോ നടപടികളും വരുമ്പോൾ അത് പിൻവലിക്കുന്നു. അതിനുശേഷം വീണ്ടും അടുത്ത നടപടി ഇപ്പോൾ ഇവർ കൊണ്ടുവന്ന ഒരു തൊഴിലാളി യൂണിയനുകളുമായി ചർച്ച നടത്തിയിട്ടില്ല. ഈ VRS പാക്കേജ് ഞങ്ങൾ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് ഇത് അറിയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള തൊഴിലാളി ഒരു വശത്ത് തൊഴിലാളികൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയും മറുവശത്ത് PSC വഴി ജോലിക്ക് കയറിയ നൂറുകണക്കിന് ജീവനക്കാർക്ക് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ അവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ട് അവരുടെ ജീവൻ തന്നെ നൂറുകണക്കിന് ജീവനക്കാരല്ലേ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് ആത്മഹത്യ ചെയ്യുകയും മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ
ഈ തരത്തിലുള്ള തൊഴിലാളി ദ്രോഹമായ നടപടികൾ മാനേജ്മെന്റും ഈ ഗവൺമെന്റും ഈ KSRTCയുടെ മേൽ ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ അതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ആ ഗവൺമെന്റ് പോളിസിയാണോ ഇത്? KSRTCയുടെ മുഴുവൻ കടങ്ങളും ബാധ്യതയും ഏറ്റെടുക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം നൽകി അധികാരത്തിൽ വന്നൊരു ഗവൺമെന്റ് ലോകത്തൊരു സ്ഥലത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി ദ്രോഹം അല്ലെങ്കിൽ നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള തൊഴിലാളി ദ്രോഹ നടപടികളും നടപ്പിലാക്കുന്നത് KSRTCയിലാണ്. അതിനെതിരെ അതിശക്തമായ സമരമാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കാൻ പോകുന്നത്. തൊഴിലാളികളുടെ പിന്തുണയില്ലാതെ മാനുഷിക പരിഗണന ഇല്ലാത്ത രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള പരിഷ്കരണങ്ങളെയും ഞങ്ങൾ എതിർക്കും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വ്യക്തമാണ്. വളരെയധികം നന്ദി ശ്രീ KK ഷാജി നമ്മളോട് ഈ ഘട്ടം പ്രതികരിച്ചതിന്.